മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമുക്ക് ടോട്ട്നാമിന്റെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടോട്ട്നാമിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റനും നമ്മുടെ ക്ലബ്ബ് ലെജൻഡുമായിട്ടുള്ള ഹെങ്മിങ് സൺ ഈ ഒരു സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. LAFC പുള്ളിക്കായിട്ട് ഒരു ബിഗ് പ്രപ്പോസൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വളരെ ലോയലായിട്ട് സ്പേഴ്സിനൊപ്പം നിന്നിട്ടുള്ള ഒരു പ്ലെയറാണ് സോൺ. കഴിഞ്ഞ വർഷം ഒരു യൂറോപ്പ ലീഗ് ട്രോഫി അടിച്ചതോടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വലിയൊരു ആംബിഷൻ തന്നെയാണ് ഫുൾഫിൽ ചെയ്തത് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ കെയ്ന് ട്രോഫി അടിക്കാൻ വേണ്ടി ക്ലബ്ബ് വിട്ടുപോയപ്പോൾ അപ്പോഴും പ്രതീക്ഷയോടെ സ്പേഴ്സിനൊപ്പം നിന്നിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സോൺ. പക്ഷേ പുള്ളിയുടെ ഏജും കഴിഞ്ഞ കുറെ ഇഞ്ചുറികളൊക്കെ പുള്ളിയുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലബിന്റെ സൈഡിൽ നിന്നും വലിയ ഒബ്ജക്ഷൻ ഒന്നും വരാനുള്ള സാധ്യതകൾ കുറവാണ്. സോണിന് തീരുമാനിക്കാം പുള്ളിക്ക് തോമസ് ഫ്രാങ്കിന്റെ കീഴിൽ ഈ സീസണിൽ കളിക്കണോ അല്ലെങ്കിൽ LAFCയുടെ പ്രപ്പോസൽ വാങ്ങിക്കൊണ്ട് MLS പോകണമെന്ന്. ഇപ്പൊ മെസ്സിയൊക്കെ പോയതുപോലെ നല്ലൊരു ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളി പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 15 മില്യന്റെ ഒരു പാക്കേജ് പുള്ളിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അലക്സാണ്ടർ ഇസാക്കിന്റെ സിറ്റുവേഷൻ ഇപ്പോഴും ഒരു കോംപ്ലക്സിറ്റിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. പുള്ളി ഒഫീഷ്യലായിട്ട് ന്യൂകാസിലിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ സമ്മറിൽ ക്ലബ്ബ് വിട്ടുപോകാൻ താല്പര്യമുണ്ട്, എന്നെ അനുവദിക്കണം എന്നുള്ളൊരു വാർത്തയാണ് ന്യൂകാസിലിന് ഇൻഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ ന്യൂകാസിലിന്റെ സൈഡിൽ നിന്നും ഒരു ബാക്കപ്പ് ഓപ്ഷൻ സൈൻ ചെയ്യാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ കേൾക്കുന്നത് പുള്ളി ഈ സമ്മറിൽ പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം സെൽറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ പുള്ളി കളിച്ചിട്ടില്ല. ഏഷ്യൻ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലും ഇസാക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 50-50 ചാൻസ് ഇനിയും ഇസാക്കിന്റെ സൈഡിൽ നിന്ന് ബാക്കിയുണ്ട്. ലിവർപൂള് ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിനായിട്ട് ലിവർപൂൾ കാത്തിരിക്കുകയാണ്. ചിലപ്പം 120 മില്യന്റെ ആ ഒരു ക്ലബ് റെക്കോർഡ് തുക കൊടുത്ത് ഇസാക്കിനെ കൂടി സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് തള്ളിക്കളയാനാവില്ല. അവസാന വീക്കൊക്കെ വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് മോഡിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് ന്യൂകാസിൽ 2 കിടിലം ലിങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരൊരു പ്രൊജക്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ബെഞ്ചമിൻ സെസ്കോക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ സെസ്കോയുടെ കാര്യം നമുക്കറിയാം, യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് ന്യൂകാസിൽ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു 70-80 മില്യന്റെ റിലീസ് ക്ലോസ് പുള്ളിയുടെ കോൺട്രാക്റ്റിലുണ്ട്. പക്ഷെ അത്രയ്ക്കും വലിയൊരു തുക കൊടുത്തിട്ട് എന്തായാലും ന്യൂകാസിൽ വാങ്ങാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 50-60 മില്യൺ അടുത്തുള്ള ഒരു പാക്കേജ് RB ലൈപ്സിക്കിന് ഓഫർ ചെയ്യാനായിരിക്കും ന്യൂകാസിന്റെ ഒരു പരിപാടി. ഇപ്പൊ പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രിമെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും RB ലൈപ്സിക്കിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ സെസ്കോയെ ടീമിൽ എത്തിക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് ന്യൂകാസിന്റെ സൈഡിൽ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല 25 മില്യന്റെ ഒരു ഓഫർ യുവാൻ വിസക്ക് വേണ്ടിയിട്ട് ബ്രെൻഫോർഡിൽ ന്യൂകാസിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഒരു 40-50 മില്യൺ ഇടയ്ക്കുള്ള ഒരു വാല്യുവേഷൻ ആണ് ബ്രെൻഫോർഡ് ഇപ്പോൾ വിസക്ക് മുകളിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ കഴിഞ്ഞ സീസണൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാലും നെഗോഷിയേറ്റ് ചെയ്ത് പുള്ളിയെ ടീമിൽ എത്തിക്കാനുള്ള ഒരു പരിപാടി ന്യൂകാസിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വിസക്ക് മുകളിൽ 3-4 ടീമുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. സ്പേഴ്സ് പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 ടീമുകൾ പുള്ളിയുടെ പിറകെ തന്നെയാണ്. എന്തായാലും വിസ ഈ സീസണിൽ മൂവ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ബ്രെൻഫോർഡിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് കാണുമ്പോൾ നമ്മൾ തോന്നുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് യുവന്റസിന്റെ പ്ലെയർ ആയിട്ടുള്ള ഡഗ്ലസ് ലൂയിസിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലൂയിസും യുവന്റസുമായിട്ട് ഒരു ഓപ്പൺ ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രീ സീസൺ തുടങ്ങി ട്രെയിനിങ്ങിന് ഡഗ്ലസ് ലൂയിസ് വന്നിട്ടില്ല. ക്ലബ്ബുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു വളരെ വളരെ മോശം സ്ഥിതിയിലേക്ക് പോയി എന്നാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് പുള്ളി. ഇപ്പോൾ യുവന്റസിൽ നിന്ന് തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് തന്നെ വരാനുള്ള ഓപ്പർച്യൂണിറ്റി തേടി നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് പോലത്തെ ടീമിനൊക്കെ മിഡ്ഫീൽഡിൽ നല്ലൊരു കവർ കൊടുക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. പ്രീമിയർ ലീഗിലെ 2-3 ടീമുകൾ പുള്ളിയെ സ്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും.
ചെൽസിയുടെ സൈഡിൽ നിന്നാണ് അടുത്ത ന്യൂസ് കേൾക്കുന്നത്. അവർ അയാക്സിന്റെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള യൊറേൽ ഹാത്തോയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഫബ്രീസിയോ റൊമാനോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 40 മില്യൻ്റെ ഒരു ഓഫർ അയാക്സിന് കൊടുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. പുള്ളി ഓപ്പൺ ആയിട്ട് അയാക്സിനോട് ഈ സമ്മറിൽ പുറത്തു പോകാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളിലും പുള്ളി കളിക്കുന്നില്ല. എന്തായാലും അയാക്സിനെ സംബന്ധിച്ചിടത്തോളം 40 മില്യൺ എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ചിലുള്ള തുകയാണ്. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 50 to 60 മില്യൺ അടുത്തുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ആൾക്കാർ ആവശ്യമുണ്ട്. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സൈൻ ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു പ്ലെയറാണ്. വളരെ ഫിസിക്കലാണ്. എസ്പെഷ്യലി ഡിഫെൻസീവ് കവറൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്പീഡ് നോക്കിയാലും 1-on-1 ടാക്കിൾസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെൽസിയിൽ അഡാപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഹാത്തോ. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.